2 നൂറ്റാണ്ടിൻ്റെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുകയാണ് മലപ്പുറം തലക്കടത്തൂർ ജുമാ മസ്ജിദ്. പഴമയുടെ പ്രൗഢിയും വിജ്ഞാനത്തിൻ്റെ പാരമ്പര്യവും എല്ലാം ഈ പള്ളിയിലെത്തിയാൽ നമുക്ക് അനുഭവിച്ചറിയാം. വർഷം പഴക്കമുള്ള പള്ളിയാണിത്. പള്ളിയുടെ പൂമുഖം പഴയത് തന്നെ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അറിയാതെ മനസ്സിൽ ഭക്തി നിറയും. ചുറ്റുമുള്ള മരങ്ങളും ശാന്തമായ പ്രകൃതിയും കുളിർമ നൽകും. മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരം 1830 പട്ടാളത്തിൽ കോമുക്കുട്ടിയാണ് പള്ളി നിർമ്മിച്ചത്. പിൽക്കാലത്ത് സൂഫികളുടെ കേന്ദ്രമായിരുന്നു ഇവിടെ. പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ചേകന്നൂർ മൗലവിയും പഠിച്ചത് ഇവിടെയാണ്. 195 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പള്ളി അങ്കണത്തിലാണ് ഞാനുള്ളത്. മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആയി തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ പണ്ഡിത നിര ഈ സംസ്ഥാനത്തിൻ്റെ പുറത്തുപോലുള്ള ഇന്ന് സേവനമനുഷ്ഠിക്കുന്ന ഒട്ടേറെ പേർ ഈ മഹല്ല് പള്ളിയിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ദർസ് നിർവഹണത്തിന് വേണ്ടിയാണ് ബഹുഭൂരിപക്ഷം സ്വത്തുക്കളും വഖഫ് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇന്നും 145 കുട്ടികൾ ദർസ് പഠിതാക്കളായി ഇവിടെ ഓതുന്നു എന്നത് ആ വഖഫ് സ്വത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന ഈ മഹല്ല് നിവാസികളുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയത്തിൻ്റെയോ മറ്റ് സംഘടനകളുടെ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് അക്കാലത്തെ കാരണവന്മാരുടെ പിൻഗാമികൾ ആ കാരണവന്മാർ കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് രാഷ്ട്രീയത്തിനപ്പുറം ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ മഹല്ലിൻ്റെ പ്രത്യേകത. അത് ഇനി തുടരുക എന്ന് തന്നെയാണ് മഹല്ല് നിവാസികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ജാതിയും മതവും നോക്കാതെ ആർക്കും പള്ളിയിൽ പേര് രജിസ്റ്റർ ചെയ്യാം. മറ്റു മതസ്ഥരിൽ നിന്ന് ഫീസ് വാങ്ങാറുമില്ല. മഹല്ല് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കും ലഭിക്കും. മഹല്ല് നൽകിയ 30 സെന്റ് സ്ഥലത്താണ് തലക്കടത്തൂർ GMLP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 24 തിരൂർ.